ഹലോ എവ്രി വൺ. ദ എറ്റിപ്പിക്കൽ ഫാമിലി എന്ന് പറഞ്ഞ പുതിയ ഡ്രാമയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദ എറ്റിപ്പിക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും സൂപ്പർ പവർ ഉണ്ട്. അപ്പോൾ ആ ഫാമിലിയിലോട്ട് എത്തിപ്പെടുന്ന നമ്മുടെ നായിക, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഥയുടെ തുടക്കത്തിൽ ബുക്ക് ഫാമിലിയിലൂടെ ഒരു ഹെഡായിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ പറയുന്നുണ്ട് അവരുടെ മകളടുത്ത്, ബുക്ക് ദോഹ നീ എന്ത് ചെയ്യുന്നുണ്ട്, പറക്കുമെന്ന് പറയും. പക്ഷെ അവൾക്ക് പറക്കാൻ പറ്റില്ല, കാരണം അവൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗീജു നീ പാസ്റ്റിലോട്ട് പോകുമെന്ന് പറയും. അപ്പം അവനാണെന്നുണ്ടെങ്കിൽ അവിടെ കള്ളുടിച്ചിരിക്കണം, അതാണ് നമ്മുടെ നായകൻ. അതുപോലെ തന്നെ ബുക്ക് ഈന, അതായത് ഇവരുടെ ഗ്രാൻഡ് ഡോക്ടറാണ്, അവളുടെ അടുത്ത് അവളുടെ സൂപ്പർ പവർ കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ബുക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എന്തൊക്കെയൊക്കെയോ സൂപ്പർ പവർ ഉണ്ട്, എക്സെപ്റ്റ് അവരുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പം ഇവരിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട്, ബുക്ക് ഫാമിലി ആകെ റൂയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്മളുള്ള കഴിവൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, നമുക്കിത് എങ്ങനെയും നേടിയെടുക്കണം എന്ന് പറഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോൾ അവരുടെ മകനെ അവർ കാണാണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി പാസ്റ്റിലോട്ട് അവൻ പോയോ. ആ കൃത്യസമയത്ത് തന്നെ താഴെ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ആരോ ഇതേ ഇവിടെ മുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഓടിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോഴത്തേക്കും നമ്മൾ നായിക വന്ന് രക്ഷിക്കുന്നുണ്ട് അവനെ കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ കടലിൽ കിടന്നിട്ട് മുങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോരോ സീൻസ് ഇങ്ങനെ പാസ്റ്റിൽ നടന്നതാണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇതൊരു പെൺകുട്ടീനെ അവൻ കാണുന്നുണ്ട്. ഫൈനലി നമ്മുടെ നായിക ഓടിച്ചെന്നിട്ട് ഇവനെടുത്ത് കൊണ്ടുവന്നിട്ട് CPR ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവന് ബോധം തെളിയുമ്പോൾ ആദ്യം വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോൺ എന്നാണ്. അതെന്ന് വെച്ചാൽ മേ ബി അവൻ്റെ മുന്നത്തുള്ള ലവറോ വൈഫോ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ വിളിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതായത് നമ്മൾ രക്ഷപ്പെടുത്തി അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഓക്കെയാണോ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്കും അവൻ ബോധം പോകുന്നുണ്ട്. അവൻ്റെ ഫാമിലി അവനെ വന്ന് കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതേ സമയം വേറൊരു സീന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ബുക്ക് ലേഡി ഉണ്ടല്ലോ, ബുക്ക് ഫാമിലിയിലെ ഹെഡ് ആയിട്ടുള്ള ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്പാലൊക്കെ വരുന്ന പോലെ മസാജ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പം അവരെ അങ്ങനെ ഉറക്കമല്ല അവർക്ക്. അപ്പം എല്ലാവർക്കും ഭയങ്കര മടിയാണ് അവർക്ക് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നായിക നമ്മുടെ ബുക്ക് ഫാമിലിയിലെ ഹെഡിൻ്റെ അടുത്ത് പോവാണ്. അപ്പം അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൾ കൊടുക്കുന്നൊരു ടീ കുടിച്ചിട്ട് നന്നായി ഉറങ്ങുന്നുണ്ട്. അപ്പം ഇവർക്കിനെ അത്ഭുതം, എങ്ങനെ ഞാൻ ഒരുപാട് കാലം ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട്. അപ്പം ഇവർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ വീട്ടിലോട്ട് വരൂ, ഞാൻ നിന്നെ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്ഷണിക്കുന്നുണ്ട്, എന്നാൽ അവിടെ വെച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം, വീട്ടിൽ നിങ്ങൾക്ക് സേവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ നായിക എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വീട്ടിലോട്ട് ബുക്ക് ഫാമിലിയിലോട്ട് എങ്ങനെ എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻട്രി ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ തെറാപ്പി അല്ലെങ്കിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇതേ സമയം നമുക്ക് റൂം കാണിക്കുന്നത് നമ്മുടെ നായകൻ്റെ റൂമാണ്, ഗീജുവിൻ്റെ റൂമാണ് കാണിക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ആകെ നിറയെ കള്ളിൻ്റെ കുപ്പികളും കാര്യങ്ങളും ഡ്രഗൊക്കെ ഉപയോഗിച്ചിട്ട് ആകെ നാശമായിട്ടിരിക്കും. ഇവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു വൈൻ ബോട്ടിൽ തുറക്കാൻ വേണ്ടി ഒരു കത്തിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ നായിക വന്നിട്ട് ഞാൻ തുറന്നുതരാം എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവൻ പോകുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ കൈ വെച്ചിട്ട് ആ കുപ്പി നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ, ഇത് നിലത്ത് വീണ പൊട്ടും എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ ആളെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അമ്മ വന്നിട്ട്, അതായത് ബുക്ക് ഫാമിലിയിലെ ഹെഡ് വന്ന് പറയുന്നുണ്ട്, ഇതാണ് നിന്നെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുങ്ങി മരിക്കുമ്പോൾ രക്ഷിച്ച വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു പറ ഗീജു എന്നൊക്കെ പറയും. അപ്പോൾ ഗീജു പറയും, ഓ പണം വാങ്ങാൻ വന്നാവില്ല എന്നുകൊണ്ട് ഓൻ മൈൻഡ് ചെയ്യാതെ പോകും. എന്നിട്ട് ഇവരിങ്ങനെ തെറാപ്പി മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ, എനിക്ക് ആരുമില്ല, ഞാൻ 2 വട്ടം മാരേജ് വെച്ചിട്ടുണ്ട്, 2 വട്ടം ഫെയിലായിട്ടുണ്ട്, ഒരാളെന്നെ പറ്റിച്ചു, ഒരാളെന്നെ ഡ്രഗൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ഞാൻ 2 ഡിവോഴ്സ്ഡാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവർക്കും ഭയങ്കര സങ്കടമായിരിക്കും. ബുക്ക് ഫാമിലിയിലെ ഹെഡും ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് പോകും, എൻ്റെ മോനും ഡിവോഴ്സ്ഡാണ്, പക്ഷെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലോട്ട് പോകും. നമ്മുടെ അവരുടെ ഹസ്ബൻഡ് വന്ന് ചോദിക്കും, എവിടെ നമ്മുടെ ഗീജുവിനെ രക്ഷിച്ച പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ അവർ ലേഡി പറയും അവർ പോയി എന്നൊക്കെ പറയും. എന്നിട്ട് നേരെ എത്തിച്ചേരുന്നത് ഒരു സ്പാ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ ഉണ്ട്. അപ്പോൾ അമ്മ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ എന്തൊക്കെയോ ഉടായ്പ് കയ്യിലുള്ള ആളാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ആർക്കോ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നീ പോയിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന് പറയും അമ്മ. അങ്ങനെ ഇവൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവൾക്ക് ഗ്യാസ് കത്തിക്കാൻ നല്ല ടെൻഷനുണ്ട്. അപ്പോൾ നമുക്ക് ആ സീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഗ്യാസ് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ ആ പച്ച നൂഡിൽസേ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്.
എന്നിട്ടിങ്ങനെ അമ്മ വീട്ടിൽ സീൻ നടക്കുകയാണ്. അവരുടെ പിറന്നാളാണ്, കുട്ടീൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇങ്ങനെ വിളിക്കണം ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ബുക്ക് ഇന, അതായത് നമ്മുടെ നായകൻ്റെ മകളാണ്, 13 വയസ്സായി പോട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി അവൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ നായകനാണെന്ന് വെച്ചാൽ ഫുൾ ഡിപ്രഷനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവർക്കൊരു ജിം ഓൺ ചെയ്യുന്നുണ്ട്. ആ ജിമ്മിലോട്ട് വരുന്ന പുതിയ വർക്കറാണ്. അപ്പോൾ വർക്കറോടത്ത് പറയും, നീ ജോയിൻ ചെയ്തോ, വേറെ കുഴപ്പമൊന്നുമില്ല, റിസ്യൂംസ് ഒന്നും നോക്കാതെ തന്നെ പറയുന്നുണ്ട് നായകനെ. ഇതേസമയം നമ്മുടെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നിനക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ്, അതാണ് ഇത്തിരി ഫേമസ് ആണ്, വന്ന ജോലിക്കാരി ഇത്ര ഫേമസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അതായത് നമ്മുടെ നായകൻ്റെ പെങ്ങളാണിത്. അപ്പം ആ പെങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലിമ്മൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോരോ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഫെയിലാണ്. കാരണം ഇങ്ങനെ തടിച്ച് വരുന്നതുകൊണ്ട് അതെല്ലാം ഒക്കെ ആൾക്കാർക്കും വലിയ വിശ്വാസം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ നായകൻ്റെ കുട്ടീൻ്റെ പിറന്നാളാണ്. അപ്പോൾ ആ പിറന്നാളിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഫുഡിന് വേണ്ടി ചിലവാക്കി. അങ്ങനെ പിറന്നാളിൻ്റെ ദിവസമെത്തി. പിറന്നാളിൻ്റെ ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നായികനെ ക്ഷണിച്ചിട്ടുണ്ട്, ദുഹേനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഗ്വിജവും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മുടെ നായിക എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് പോകും. എനിക്കൊരു മകളുണ്ട്, നിനക്കിത് വല്ലതും അറിയോ? നമ്മുടെ ആക്ച്വലി അവർ ചുമ്മാ ഒരു സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് ഫാമിലിയിലെ ഹെഡിനാണെന്നുണ്ടെങ്കിൽ നായികയ്ക്കും നായകനും ഒന്നിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പ്രശ്നം ഉണ്ടായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മൾ ബുക്കിനാണെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ മകളാണെന്നുണ്ടെങ്കിൽ, നായകൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഫുൾ ടൈം ഫോണിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് ഹസ്ബൻഡ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എന്താണെന്നും കഴിക്കാൻ വരാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ പേരക്കുട്ടി പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ ചേച്ചാ എനിക്കൊരു ഇത് ചെയ്യൂ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവീഡിൻ്റെ സൂപ്പ് ഉണ്ട്, അതെടുത്ത് വെച്ചോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നായകനും നായകൻ്റെ അമ്മയും കൂടെ ഇങ്ങനെ ഭയങ്കര കോൺവെർസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ, അവളൊക്കെ എന്തിനാ ഇതാക്കണത്, എൻ്റെ മോളുടെ പിറന്നാളാണെന്നൊക്കെ പറയും. അപ്പം അമ്മ പറയുന്നുണ്ട്, നായകൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഈ പാസ്റ്റിൽ നിന്ന് വിട്, എനിക്ക് നിന്നെ നല്ലപോലെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവൻ ഇറങ്ങിപ്പോകും. ഈ പിറന്നാൾ കുട്ടിക്കാണ് ബുക്കിനൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അവളുടെ വിചാരം അവളുടെ ഈ ഫാമിലി ഇപ്പം ഇങ്ങനെയാണ്, അവളുടെ സൂപ്പർ പവേഴ്സൊക്കെ നഷ്ടപ്പെടാൻ കാരണം അവളാണ്, അവൾ ജനിച്ചതിന് ശേഷമാണെന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും ക്രൈസിസൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ലേഡിക്ക് ഹെഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവളാണ് ഇപ്പോൾ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിന്നതിൻ്റെ ശേഷം ഇങ്ങനെ ഇവൾക്ക് സൂപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ വയ്ക്കാത്തതുകൊണ്ട് ആ ബുക്കിനെ വന്നിട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഗ്യാസ് പേടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം എനിക്ക് ഒരു ആക്സിഡൻറ്റിൻ്റെ സീന് കാണിക്കുന്നുണ്ട്. ഇത് പാസ്റ്റിൽ നടന്നതാണ്. അതായത് നമ്മുടെ നായകനെ പറ്റിയൊരു ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റിലായിരുന്നു നമ്മുടെ അവരുടെ വൈഫൊക്കെ മരണപ്പെട്ടത്. അപ്പോൾ വൈഫിൻ്റെ അച്ഛനും ഓർമ്മ ദിവസം കൂടിയാണ്. അപ്പോൾ വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് പറയുന്നുണ്ട്, നിനക്ക് എന്താ, നീ പാസ്റ്റിൽ നിന്ന് വിട്, ഒരുപാട് വർഷമായില്ലേ, ഇനിയെങ്കിലും നീ ഒന്ന് വിട്ട് കളാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ വീട്ടിലെത്തുമ്പോൾ ഉണ്ട്, നമ്മുടെ നായിക വീട്ടിലുണ്ടാവും കേട്ടോ, പോയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചോദിക്കും, നീ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ പോയിട്ടുണ്ടാവില്ല. അപ്പം ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കീനൻ്റെ പിറന്നാളല്ലേ, അതോട് പറയും നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കാൻ നീ വായോ എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ, അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സൂപ്പൊക്കെ കഴിക്കും. അവൾ പിറന്നാൾ ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, കാരണം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അവൾ സൂപ്പ് കൊടുക്കും. നമ്മൾ ബുക്കീനാണെന്നുണ്ടെങ്കിൽ എന്താണ് സൂപ്പ് കഴിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കും. അപ്പോഴാണ് നമ്മൾ ബുക്കീനെ പറയുന്നുണ്ട്, നിങ്ങളിവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെല്ലാവർക്കും സൂപ്പർ പവറുണ്ട്. ആൻറ്റിക്ക് പറക്കാൻ കഴിയും, അതായത് നായകൻ്റെ പെങ്ങൾക്ക് പറക്കാൻ കഴിയും. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിലോട്ട് പോകാൻ കഴിയും. എനിക്ക് സൂപ്പർ പവർ ഒന്നും പ്രത്യേകിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഗ്രാൻഡ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ, അതായത് ബുക്ക് ഫാമിലിയിലെ ഹെഡ് ഉണ്ടല്ലോ, ആ ലേഡിക്കാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്നം കാണും, അപ്പോൾ ഇത് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാദ്യം വിശ്വസിക്കില്ല. കാരണം നമുക്കും തന്നെ അവിശ്വസനീയമായിട്ടിരിക്കുമല്ലോ. ഇവള് എന്തൊക്കെ ഈ കുട്ടിക്ക് ചെയ്യുകയും പറയുകയാണ്, ഈ കുട്ടീനെ വെച്ചാൽ മേ ബി ഇവളെ ഇഷ്ടമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. നായകൻ വരും. എന്നിട്ട് നായകൻ്റെ അടുത്ത് ഈ ഡിഷ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറയും. എന്നിട്ട് അന്നുണ്ടായ അവൻ മുങ്ങിയല്ലോ, ആ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് അവൾ പറയും, നീ ആ പാവക്കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയതല്ലായിരുന്നോ, എനിക്കറിയാം എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ പറയും, ശരിക്കും അതൊന്നുമല്ല, ഞാൻ ആരെയും രക്ഷിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഇവളിങ്ങനെ കുറച്ചൊരു എന്തൊക്കെയൊരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇനി കുറച്ച് അടുത്ത് വരുന്ന എപ്പിസോഡിൽ മേ ബി പറയുമായിരിക്കും. കാരണം ഇവന് പാസ്റ്റിലോട്ട് പോകാൻ കഴിവുണ്ടായതുകൊണ്ട് എന്താ അവിടെ ക്ലാരിഫൈ ചെയ്യുന്നില്ല ആക്ച്വലി. അത് കഴിഞ്ഞതിന് ശേഷം അവൾ പാത്രം കഴിക്കാൻ പറഞ്ഞതിന് ശേഷം അവളെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്.
ഇതേ സമയം അവളുടെ അമ്മയൊക്കെ അമ്മ വന്ന് പറയുന്നുണ്ട് വായു എന്നൊക്കെ പറയും. എന്നിട്ട് പുറത്തോട്ട് പോയിട്ട് ഇവരെല്ലാവരും കൂടെ ഇവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിമ്മിൽ റെസ്യൂമൊന്നും നോക്കാതെ തന്നെ ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് ഇവളുടെ അനിയത്തിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവരെന്തൊക്കെയോ ഒരു ഉടായ്പ കളിക്കുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ അഭിനയത്തിനെ പറ്റിയിട്ടും എന്തൊക്കെ. അപ്പോൾ ഫസ്റ്റ് 2 ഹസ്ബൻഡുമാർ ഇവർ ഡിവോഴ്സായി എന്നൊക്കെ പറയുമല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വീട്ടുകാരെ തന്നെ ഇവർ സംഭവം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, എന്നിട്ട് ഓരോരോ കാരണം പറഞ്ഞിട്ട് പൈസ തട്ടിയെടുക്കുക, എന്നിട്ട് ഇവർ ജീവിക്കുക. അതാണ് ആക്ച്വലി ഇവളുടെ പരിപാടി ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ 2 കാര്യങ്ങളും, അങ്ങനെ 2 മാരേജും ഇവൾ ഡിവോഴ്സ്. ഇവൾ ഭയങ്കര നല്ല ആക്ടിങ് ആണ്, അപ്പോൾ നല്ലൊരു ആക്ട്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവളുടെ അമ്മയും അനിയത്തിയും അങ്കിളൊക്കെ. അങ്ങനെ 2 കാര്യത്തിലും ഡിവോഴ്സായി. അങ്ങനെയാണ് ശരിക്കും അവൾക്ക് ഡിവോഴ്സായിട്ട് വരുന്നത്. പക്ഷേ ശരിക്കും ഇവൾക്ക് അമ്മയും അനിയത്തി അങ്കിളൊക്കെ ഉണ്ട് എന്നാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവൾ പറയുന്നുണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഫാമിലി ബുക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ചിലരുടെ ഫാമിലിയിൽ അവ എന്തൊക്കെയോ ആൾക്കാർക്ക് സൂപ്പർ പവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കളിയൊക്കെ ചിരിക്കുന്നുണ്ട് എല്ലാവരും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ബുക്ക് ഫാമിലിത്തെ ഹെഡിനാണെങ്കിൽ ഉറക്കമൊന്നും വരാതെ ഇങ്ങനെ അവൾ നടക്കുകയാണ്. കാരണം പ്രദേശത്തൊന്നും ഇല്ല. അങ്ങനെ അവൾ കൊടുത്ത കാപ്പി കുടിച്ചിട്ട് ആ ബുക്ക് ഫാമിലിത്തെ ഹെഡ് ഉണ്ടല്ലോ, ആ ലേഡി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, സ്വപ്നത്തിൽ ഇങ്ങനെ ഈ നമ്മുടെ നായിക അവരുടെ ഫാമിലിയുടെ റിങ് അണിയുന്ന പോലെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇവൾ ശരിക്കും വിചാരിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഫാമിലിയിലോട്ടുള്ള കുട്ടി തന്നെയായിരിക്കും മേ ബി അവൾ എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിനേൻ്റെ പിറന്നാളായിരുന്നല്ലോ ഒന്ന്. അപ്പോൾ അവളുടെ അച്ഛനൊരു ടെഡി ബിയർ കൊണ്ടു കൊടുക്കും. പിന്നെ അവർ പാസ്റ്റിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് സീനിലൂടെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ആ ആക്സിഡൻറ്റിൽ അവരുടെ വൈഫ് മരണപ്പെടും, പക്ഷേ കുട്ടിയും ഹസ്ബൻഡും രക്ഷപ്പെടുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നില്ല, എങ്ങനെയാണെന്നോ എന്താണെന്നൊന്നും കാണിക്കുന്നില്ല. അപ്പം ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.